വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇതേ ഏരിയാസ് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ നോക്കിയാൽ കാണാം താഴത്തൊരു സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിലൊരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് പോയിട്ട് കുറച്ച് നാള് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് കൺസോളേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റേഞ്ചിന്റെ താഴത്തെയും മുകളിലത്തെയും ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും വരാത്ത ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഗോൾഡാണ്. ഗോൾഡിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ന്യൂസുകൾ വേണമെന്നൊന്നുമില്ല മാർക്കറ്റ് മൂവ് ചെയ്യാൻ. എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 4 അവറിന്റെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കാണാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പോയിന്റ് കാണാം. അപ്പൊ ആ ഒരു ഏരിയനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്തായാലും അത് രണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ 4 അവറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്ലൈ നടന്ന ഏരിയ ആണ്. ഓൾറെഡി അവിടേക്ക് മാർക്കറ്റ് വന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഓൾറെഡി അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചാണ്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ 4 അവറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 അവറിന്റെ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു കഴിഞ്ഞ് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതിന്റെ ആ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ വന്ന മാർക്കറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് കാണാം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇന്നും മാർക്കറ്റ് ഒരു പക്ഷേ ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ നിന്ന് കളിക്കാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായി 1 അവറിന്റെ ഒന്നും ഒരു ട്രേഡ് പറയാൻ പറ്റില്ല. ഇനി നമുക്കൊരു ട്രേഡ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ട്രേഡ് നോക്കാം. റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ കുറെ നാളുകളായിട്ട് റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ബ്രേക്ക് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സഡൻ ആയിട്ടൊരു മൂവ്മെന്റ് ആയിരിക്കും സംഭവിക്കുക. അപ്പൊ ഒരുപക്ഷെ ഒരു റീടെസ്റ്റ് കിട്ടണമെന്നില്ല. ഒന്ന് മുകളിലൊക്കെ പോയതിനു ശേഷം ഒന്ന് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വീക്ക്നെസ് കാണിക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ എടുക്കാൻ പറ്റുക നമുക്ക്. അല്ല ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ട് ക്യാൻഡിൽ എൻഗൾഫിംഗ് തന്നു താഴോട്ടേക്ക് വന്നു, അല്ലെങ്കിൽ വലിയൊരു റിജക്ഷൻ ക്യാൻഡിൽ വന്നെങ്കിൽ ഒരുപക്ഷെ താഴോട്ടേക്ക് ആയിരിക്കും സെല്ലിങ്ങിന് സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു താഴോട്ടേക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെയോ അല്ലെങ്കിൽ ഇവിടം വരെയോ വീണ്ടും ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സെല്ലും എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരുപക്ഷെ റീടെസ്റ്റിന് വരികയാണെങ്കിൽ, ഒരു റീടെസ്റ്റ് വരാനും സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ നാളുകളായിട്ട് ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ വലിയൊരു വീഴ്ചയായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് മാർക്കറ്റ് റെസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപക്ഷെ എൻട്രി എടുക്കാവുന്നതാണ്. അതൊന്നാമത്തെ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് വലിയൊരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മുകളിലേക്ക് ഒരു എൻഗൾഫിംഗ് അല്ലെങ്കിൽ റിജക്ഷൻ ക്യാൻഡിലോ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ചെറിയ റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു ബൈയിലേക്കുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സാധ്യത. പക്ഷെ ഇന്നത് സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരുപക്ഷെ ഇതിന്റെ മുകളിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് ബൈ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ താഴേക്ക് കടന്നാൽ മാത്രമേ സെല്ലുള്ളൂ. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചുകൂടി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മോഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു
സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരിക്കൽ കൂടി അതിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ബൈ എൻട്രി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഇവിടേക്ക് മാത്രം വെക്കുക, വലിയൊരു ടാർഗറ്റ് വെക്കാതെ. ഒരു സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴോട്ടുകയാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു പിപ്പ് കളക്ഷൻ ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കുകയാണ് സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം വലുതും കൂടിയാണ്. അപ്പൊ അതും കൂടി നോക്കിയതിന് ശേഷം മാത്രം വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഗോൾഡിലുള്ള ബൈ എൻട്രി എന്ന് പറയുന്നത്. സെൽ എൻട്രി എന്ന് പറയുന്നത് ഇനിയിപ്പോ മറ്റൊരു ചാൻസ് ഇവിടേക്ക് പോയി കഴിഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് പോയി കഴിഞ്ഞ് ഒരു വലിയ റിജക്ഷൻ ക്യാൻഡിൽ വരിക, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു എൻഗൾഫിങ്ങോ മറ്റോ നടക്കുകയാണെങ്കിൽ മാത്രം താഴോട്ടേക്ക് സെൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് സെൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. മാക്സിമം ഈ റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോയി നോക്കാം. US ഓയിലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എന്നും പറയുന്നത് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനിലാണ്. മാത്രമല്ല ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലും ആണ് കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്നത്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ സപ്പോർട്ട് ഏരിയനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് താഴോട്ടേക്ക് മുകളിലോട്ടും വന്നിട്ടുണ്ട്, അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഇതൊരു റേഞ്ച് ലോയാണ്. ഉദാഹരണത്തിന് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെയാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ റേഞ്ച് ഹൈ ആയിട്ടും താഴെ റേഞ്ച് ലോ ആയിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി 4 ഹവറിലേക്കാണ് പോകുന്നത്. 4 ഹവറിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ആ ഒരു ഇംബാലൻസിലും വന്നിട്ട് എടുത്ത ഇംബാലൻസ് ആണ്. നോക്കിയാൽ കാണാം ആ ഇംബാലൻസിലേക്ക് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാം. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ വന്ന് കുറച്ചിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലോട്ട് പോയി, പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് കാണാം, നമുക്ക് ഒരു 4 ഹവറിന്റെ ഇംബാലൻസ് കാണാം, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. താഴത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ഏരിയകൾ തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു നല്ലൊരു ഏരിയയിലേക്ക് ആയിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ ഇംബാലൻസ് വരച്ചിരിക്കുന്ന ഏരിയ ആയിരിക്കും മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത. പക്ഷെ 1 ഹവറിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഇംബാലൻസ് എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഒന്ന് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്ന് ഈ ഏരിയയിൽ നിന്ന് ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കണം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എത്തേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ എടുക്കാം. അല്ല ഇതിന്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയ റീടെസ്റ്റ്, ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് വരിക അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഒരു ബൈ എൻട്രിയും കൂടി ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയൊക്കെ പോയതിനു ശേഷം ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പോയതിനു ശേഷമാണ് റീടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് വല്ലാണ്ട് മുകളിലോട്ട് പോകാണ്ട് റീടെസ്റ്റ് വന്നാൽ മാത്രം ഇവിടെ നിന്നിട്ടൊരു ബൈ എൻട്രി എടുക്കുക. അപ്പോഴൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹോപ്പ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ട്, മാത്രമല്ല റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇനി മുകളിലോട്ട് പോയി നല്ലോണം ഇതിനെയും ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ ഒരു നല്ലൊരു ക്യാൻഡിൽ, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ മുകളിലോട്ട് പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പക്ഷേ ഇവിടെ ഇംബാലൻസ് കാണുന്നുണ്ട്. ഇംബാലൻസിൽ നിന്ന് നല്ല റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടം വരെ എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടേക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്നും ഒരു ഇത് കിട്ടിയിട്ട് അല്ലെങ്കിൽ റിയാക്ഷനോ റിജക്ഷനോ കിട്ടിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
എനിവേ ഇങ്ങനെയാണ് ഒരു ചാൻസ്. ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഏരിയനെ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു എൻഗൾഫിങ്ങോ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സമയത്ത് നമുക്കൊരു ബൈ എടുക്കാം. ബൈ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടം വരെ നോക്കിയാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സഡൻ മൂവ്മെന്റ് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് റീടെസ്റ്റ് വന്നു കഴിഞ്ഞ ഒരു സെല്ല് എടുക്കാം. സെല്ല് ഇവിടം വരെ നോക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റേഞ്ച് ലോയാണ്. ഈ റേഞ്ച് ലോയിലൊക്കെ വരുന്ന സമയത്ത് ക്വിക്കായിട്ട് ഒരു പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നൊരു ബൈ എൻട്രിക്കുള്ള ഒരു സാധ്യത കിട്ടും. അങ്ങനെയാണെങ്കിൽ ബൈ എൻട്രിക്ക് മുകളിലോട്ട് ഇവിടം വരെ വെക്കാം. അതുപോലെ തന്നെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്ന ഇതിൽ എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ബൈ എൻട്രി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത്രയാണ് 1 അവറിന്റെ അനാലിസിസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നാലും ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ബ്രേക്ക് ചെയ്തിട്ട് നല്ല റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിജക്ഷൻ ആയിരിക്കണം. ഇവിടെ വന്നിട്ട് പതുക്കുന്ന മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഇതിന് റീടെസ്റ്റ് ചെയ്യുന്നതായിരിക്കരുത്. ഇനി 50 മിനിറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. പ്ലസ് ഇവിടുന്ന് ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ പോയിട്ടൊന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അതായത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ഏരിയക്ക് മാത്രം നമ്മൾ ടാർഗറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് 50 മിനിറ്റ്സിലോട്ട് കാണുന്നത്. ഇനി ഇതിന്റെ താഴോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെയും ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഒരു സെൽ എൻട്രി ഉണ്ട്. സെൽ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഇവിടം വരെയാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് നോക്കുക. അപ്പൊ ഇത്രയാണ് 50 മിനിറ്റ്സിന്റെ കാര്യങ്ങൾ. എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ട് തന്നെ ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുന്ന സമയത്ത് മാക്സിമം ധൃതിയും അതുപോലെ തന്നെ ഒരു ഗ്രീഡും ഇല്ലാതെ ട്രേഡ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒപ്പം തന്നെ വാട്സപ്പ് ചാനലും ഉണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.